കേരളക്കരയെ ആകെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടന്നിരിക്കുകയാണ്. മൂന്നാമത്തെ പീഡന കേസിലാണ് രാഹുലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുലിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നതിനാൽ ഒരു MLA ആയതുകൊണ്ട് തന്നെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് നിയമസഭ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാനുള്ള നടപടികൾ തുടങ്ങുന്നതിനായി നിയമോപദേശം തേടും എന്നാണ് ഇപ്പോൾ നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറയുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാന്യതയ്ക്ക് ഒട്ടും ചേരാത്ത ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നതെന്നും തുടർച്ചയായി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തന്നെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. വിഷയം എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. സമിതിയുടെ റിപ്പോർട്ടിന്റെയും നിയമോപദേശത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം. നേരത്തെ 2 പീഡന പരാതികളിൽ രാഹുലിനെതിരെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂന്നാമത്തെ പീഡന കേസിൽ ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. പീഡനം, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അർദ്ധരാത്രി 12:30 രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. 6 മണിക്കൂറിലേറെ നേരം രാഹുലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. സ്പീക്കറുടെ ഈ നീക്കത്തിന് പിന്നിൽ കോൺഗ്രസിനെ തറപറ്റിക്കാമെന്നൊരു തോന്നൽ കൂടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അത് നടക്കില്ല. രാഹുലിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം മാതൃകാപരമായ നടപടികളാണ് സ്വീകരിച്ചത്. രാഹുലിന്റെ പ്രാഥമിക അംഗത്വം പോലും കോൺഗ്രസ് എടുത്തുമാറ്റി. ഇപ്പോൾ ഒരു MLA ആണെന്ന് മാത്രമാണുള്ളത്. ഒരു പാർട്ടിയിലും രാഹുൽ ഉൾപ്പെടുന്നില്ല. എന്നിട്ടും ഈ വിഷയത്തെ ചൊല്ലി കോൺഗ്രസിന്റെ നെഞ്ചത്തേക്കാണ് കയറാൻ നോക്കുന്നതെങ്കിൽ ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ: കോൺഗ്രസ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു. വിഷയം വിവാദമായതോടെ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ നേരത്തെ പുറത്താക്കിയിരുന്നു. നിലവിൽ നിയമസഭയിൽ അദ്ദേഹം സ്വതന്ത്ര ബ്ലോക്കിലാണ് ഇരിക്കുന്നത്. ഈ അറസ്റ്റിന് പിന്നാലെ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ ഒട്ടേറെ നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വൻ ചർച്ചകൾക്ക് ഈ അറസ്റ്റ് വഴിയിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു.